ഹായ് എല്ലാ SSLC വിദ്യാർത്ഥികൾക്കും ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു ചിത്രം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അതായത് എന്തിൻ്റെ ചിത്രമാണിത്? യെസ്, ഇവിടെ ഡ്രോപ്ലെറ്റ് ഓഫ് വാട്ടറിലൂടെ സൺലൈറ്റ് കടന്നു പോകുന്ന ചിത്രമാണ്. അപ്പോൾ ഈ ചിത്രത്തിൽ നിങ്ങൾ രണ്ട് നിറങ്ങളായിരിക്കും കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവുക. ഈ നിറങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ പോരാ, ഒരു പോയിന്റ് കൂടി പഠിക്കണം. അതായത് ഇവിടെ ലൈറ്റ് വരുന്നു, ലൈറ്റ് എന്ത് ചെയ്യുന്നു? റിഫ്രാക്ഷൻ സംഭവിക്കുന്നു, റിഫ്ലക്ഷൻ സംഭവിക്കുന്നു, എന്നിട്ട് ലൈറ്റ് തിരികെ വരുന്നു. അപ്പോൾ ലൈറ്റ് തിരികെ വരുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, മുകളിൽ ഉണ്ടാവുന്നത് വയലറ്റ് ആണ്, അതുപോലെ താഴെ ഉണ്ടാവുന്ന കളറ് റെഡ് ആണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ അറിയാമെന്ന് വിചാരിക്കുന്നു. മുകളിലുള്ളത് വയലറ്റും താഴെയുള്ളത് റെഡും. പക്ഷേ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. അതായത് ഈ ഒരു ലൈറ്റ് കടന്നു പോകുന്ന ടൈമിൽ ഈ ലൈറ്റ് വരുന്നു, ഇവിടെ ഒരു റിഫ്രാക്ഷൻ ആണ് സംഭവിക്കുന്നത് അല്ലേ? ഓക്കെ, ഇവിടെ ഒരു റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം നടക്കും, റിഫ്രാക്ഷൻ നടക്കും. എന്നിട്ട് ഈ ലൈറ്റ് തിരികെ വന്നിട്ട് തട്ടി, അതായത് ഈ ഒരു സർഫസിൽ ടച്ച് ചെയ്തിട്ട് തിരികെ പോകും എന്ന് പറഞ്ഞാൽ ഇതൊരു റിഫ്ലക്ഷൻ ആണല്ലോ അല്ലേ? റിഫ്ലക്ഷൻ ആണ്. ഇനി ഈ ലൈറ്റ് എന്ത് ചെയ്യുന്നു? തിരികെ വന്ന് വീണ്ടും റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. അപ്പോൾ ഈ ചിത്രത്തിനകത്ത് നിങ്ങൾ മനസ്സിലാക്കണം, ഈ ചിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ നിറങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, വയലറ്റും റെഡും ആണെന്നുള്ളത്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ് രണ്ട് റിഫ്രാക്ഷനും അല്ലേ? രണ്ട് റിഫ്രാക്ഷനും അതുപോലെ തന്നെ ഒരു റിഫ്ലക്ഷനും. എന്തൊക്കെയാ? രണ്ട് റിഫ്രാക്ഷനും ഒരു റിഫ്ലക്ഷനും ആണ് ഈ ഒരു ചിത്രത്തിൽ നടക്കുന്ന കാര്യം. ഓക്കെ, പഠിച്ചു വെക്കുക. രണ്ട് റിഫ്രാക്ഷനും ഒരു റിഫ്ലക്ഷനും. എവിടെയൊക്കെയാണ് റിഫ്രാക്ഷൻ നടക്കുന്നത്? ഈ പോയിന്റിലും ഈ പോയിന്റിലും. ഓക്കെ, അതായത് ഈ പോയിന്റിൽ. ഓക്കെ, അവിടെയാണ് റിഫ്രാക്ഷൻ നടക്കുന്നത്. എവിടെയാണ് റിഫ്ലക്ഷൻ നടക്കുന്നത്? റിഫ്ലക്ഷൻ നടക്കുന്നത് ഈ ഒരു പോയിന്റിലാണ്. റെഡി? അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഈ ചിത്രവുമായി ബന്ധപ്പെട്ട കാര്യം ഓർത്തു വയ്ക്കുക. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോയാൽ, വാട്ട് ഈസ് ദ കളർ റെപ്രസെൻറ്റിങ് എക്സ്? നിങ്ങൾ ഈ ചിത്രത്തിൽ നോക്കിയിട്ട് പറഞ്ഞ എക്സ് ഇതല്ലേ? അതായത് മുകളിലുള്ള കളറാണ്. അപ്പോൾ മുകളിലുള്ളത് ഏതാണ്? വയലറ്റ് ആണ് അല്ലേ? വയലറ്റ്. അപ്പോൾ നമുക്ക് എഴുതാം, മുകളിലുള്ളത് എക്സ് എന്ന് പറയുന്നത് വയലറ്റ്. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ടൈംസ് ഡസ് എ റേ ഓഫ് ലൈറ്റ് അണ്ടർഗോ റിഫ്രാക്ഷൻ? എത്ര തവണയാണ് റിഫ്രാക്ഷൻ നടക്കുന്നത്? അപവർത്തനം നടക്കുന്നത് എത്ര തവണയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര തവണ റിഫ്രാക്ഷൻ നടക്കും? നിങ്ങൾ ചിത്രത്തിൽ പഠിച്ചല്ലോ, രണ്ട് റിഫ്രാക്ഷൻ നടക്കും. ഓക്കെ, രണ്ട് റിഫ്രാക്ഷൻ. അപ്പോൾ രണ്ട് റിഫ്രാക്ഷൻ സംഭവിക്കും എന്ന് നിങ്ങൾ എഴുതി വയ്ക്കുക. ഇനി ഇതിന് പകരം നിങ്ങളുടെ അടുത്ത് റിഫ്രാക്ഷന് പകരം റിഫ്ലക്ഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ എത്ര റിഫ്ലക്ഷൻ നടക്കും? ഒരു റിഫ്ലക്ഷൻ നടക്കും. ഓക്കെ, ഇതൊക്കെ ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്, അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചെടുക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഗിവ് ആൻ ഇൻസ്റ്റൻസ് ഇൻ വിച്ച് ആൻഡ് റെയിൻബോ സീൻ ആസ് സർക്കിൾ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെയിൻബോയിനെ ഇടയ്ക്ക് സർക്കിളായിട്ട് നമുക്ക് കാണും. ഏതൊരു സന്ദർഭത്തിലാണ് നമുക്ക് സർക്കിളായിട്ട് കാണാൻ പറ്റുക? യെസ്, എല്ലാവരും പഠിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. എന്താ നമ്മൾ പറഞ്ഞത്? വെൻ എ പേഴ്സൺ ട്രാവലിംഗ് ത്രൂ അല്ലേ? വെൻ എ പേഴ്സൺ ട്രാവലിംഗ് ഇൻ എയ്റോപ്ലെയിൻ അല്ലേ? ട്രാവലിംഗ് ഇൻ എയ്റോപ്ലെയിൻ, അതായത് എയ്റോപ്ലെയിനിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്താണ് നമുക്കറിയാം എന്ത്? ഈ പറഞ്ഞ റെയിൻബോയിനെ സർക്കിളായിട്ട് കാണാൻ പറ്റുക. ഓക്കെ, അതായത് എയ്റോപ്ലെയിനിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് റെയിൻബോയിനെ നമുക്ക് സർക്കിൾ രൂപത്തിൽ കാണാൻ പറ്റും. ഇതാണ് ഈ ഒരു സന്ദർഭം അവർ ചോദിച്ചിരിക്കുന്നത്. റെഡി? റെയിൻബോയിനെ സർക്കിളായിട്ട് കാണുന്ന എപ്പോഴാണ്? വെൻ എ പേഴ്സൺ ട്രാവലിംഗ് ഇൻ എൻ എയ്റോപ്ലെയിൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ 3 ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. വാട്ട് ഈസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ദ ഗ്ലാസ്? ഫിഗർ റെപ്രസെൻറ്റിംഗ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, എക്സ്പ്ലെയിൻ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, ഗീവ് 2 എക്സാമ്പിൾസ് അല്ലെങ്കിൽ 2 ഇൻസ്റ്റൻസസ് ഫോർ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ചോദിക്കാൻ സാധ്യതയുള്ളത് തന്നെയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു പക്ഷേ 2 മാർക്കിൻ്റെയോ 3 മാർക്കിൻ്റെയോ ചോദ്യമൊക്കെ ചോദിക്കാം. ഓക്കെ, ഈ ചിത്രത്തിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇവിടെ എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും സി എന്ന് പറയുന്നതും റിഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട ചിത്രമാണ്. വാട്ട് ഈസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ദ ഗ്ലാസ് ഹിയർ? ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ ഈ പറഞ്ഞ ലൈറ്റ് 42 ഡിഗ്രിയിൽ വന്നിട്ട് ഇതേ സർഫസിലൂടെ, അതായത് എയറിൻ്റെയും ഗ്ലാസിൻ്റെയും ആ ഒരു സർഫസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ലൈറ്റ് കടന്നു പോകുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ കറക്റ്റ് ആ ഒരു 90 ഡിഗ്രിയിൽ തന്നെ. ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഡെഫിനിഷൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റിക്കരുത് മക്കളെ, എത്രയാണ്? 42 ഡിഗ്രി. എത്രയാണ്? 42 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഫിഗർ റെപ്രസെൻറ്റ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ? ഏത് ചിത്രമാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സൂചിപ്പിക്കുന്നത്? അപ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടും ഗ്രേറ്റർ ആയിട്ടൊരു ആംഗിൾ വന്നാൽ അവിടെ എന്ത് നടക്കും? ലൈറ്റ് വന്ന മീഡിയത്തിലേക്ക് തന്നെ തിരിച്ച് റിഫ്ലക്ഷൻ സംഭവിച്ചു പോകും.
ഞാൻ എന്താ പറഞ്ഞത്? ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലായിട്ട് ഗ്രേറ്റർ ആയിട്ടാണ് ലൈറ്റ് കടന്നു വരുന്നത്, ഗ്രേറ്റർ ആംഗിളിലാണ് ലൈറ്റ് കടന്നു വരുന്നതെങ്കിൽ അതേ മീഡിയത്തിലേക്ക് തന്നെ ലൈറ്റ് തിരികെ പോകും. ആ ഒരു ചിത്രം ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ഓപ്ഷൻ അല്ലെ, ആ ഒരു ഫിഗർ സി ആണ്. റെഡി അല്ലേ? അപ്പൊ ഫിഗർ സി അല്ലെങ്കിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. ഓക്കെ, വിച്ച് ഫിഗർ റെപ്രസെന്റ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ സി എന്ന് പറയുന്ന ചിത്രമാണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പഠിച്ചുകൊള്ളുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ നോട്ട് കൃത്യമായിട്ട് എഴുതിയെടുക്കുക. എന്താ അതിൽ പറയുന്നത്? വെൻ എ റേ ഓഫ് ലൈറ്റ് പാസസ് ഫ്രം എ മീഡിയം ഓഫ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ടു ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ നിന്ന് കുറവിലേക്ക് പോകുന്ന സമയത്ത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ കോണിനെക്കാട്ടും കൂടുതലാണെങ്കിൽ ഈ റേ എന്ത് ചെയ്യുന്നു? തിരികെ അതേ മീഡിയത്തിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഈ ഒരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഈ ഒരു പ്രിൻസിപ്പിൾ അല്ല ഫിനോമിനയാണ് എന്ത് പറയുക? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെക്കുക. വാട്ട് ഈസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ? ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോണം. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 ഇൻസ്റ്റൻസസ് ദാറ്റ് മേക്ക് യൂസ് ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. സിമ്പിൾ ആണ്, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എവിടെയൊക്കെ ഉപയോഗിക്കും? മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കും. ബിക്കോസ് എൻഡോസ്കോപ്പിലൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കും? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഉപയോഗിക്കും. അപ്പോൾ മെഡിക്കൽ ഫീൽഡ് എന്ന് എഴുതിയിട്ട് എൻഡോസ്കോപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ ഈ മെഡിക്കൽ ഫീൽഡ് എന്ന് എഴുതിയാലും എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ആൻസർ കിട്ടും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ടെലി കമ്മ്യൂണിക്കേഷൻ മേഖലകളിലാണ്. എന്തിനാണ്? ടെലി കമ്മ്യൂണിക്കേഷൻ മേഖലകൾ അല്ലെ, ടെലി കമ്മ്യൂണിക്കേഷൻ മേഖലകൾ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. ഇതുകൂടി നിങ്ങൾ ഓർത്തു വയ്ക്കുക, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. ഓക്കെ, ഒന്നിലേക്ക് ടെലി കമ്മ്യൂണിക്കേഷൻ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് എന്ന് എഴുതുക. റെഡി. അപ്പോൾ ഈ 4 ചോദ്യങ്ങളും പഠിച്ചു വെച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഒരു പക്ഷേ ഈ ഒരു ചിത്രം തന്നെ ചോദിക്കണമെന്നില്ല, ചിലപ്പോൾ ഒരു ചിത്രം മാത്രമൊക്കെ ആയിട്ട് തരാം. ഒരു ചിത്രം മാത്രം തന്നാൽ പോലും നിങ്ങൾ മനസ്സിലാക്കണം, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ കോണിനെക്കാട്ട് കൂടുതലാണെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ച ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു പ്രിസത്തിലൂടെ ലൈറ്റ് കടത്തിവിടുമ്പോൾ വൈറ്റ് ലൈറ്റിനെ പ്രിസത്തിലൂടെ കടത്തിവിട്ടാൽ വിവിധ നിറങ്ങളായിട്ട് മാറും. ഇവിടെ ആറും വിയും റെഡും വയലറ്റും സൂചിപ്പിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് കളർ ഡീവിയേറ്റ്സ് മോർ? ഈ ഒരു ചിത്രം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം. അതായത് ലൈറ്റ് വന്നിട്ട് ഇതിലേ സ്ട്രെയിറ്റ് ആയിട്ട് പോകേണ്ടതായിരുന്നു, പക്ഷേ കൂടുതൽ ഡീവിയേഷൻ സംഭവിച്ചു പോയത് ആരാണ്? വയലറ്റ് ആണ്. ഓക്കെ, ഈ ഒരു ചിത്രത്തിൽ നോക്കുമ്പോൾ ഇതെങ്ങനെയായിരുന്നു പോവേണ്ടത്, പക്ഷേ റെഡ് ഇതിലേ പോയി, വയലറ്റ് ഇതിലേ പോയി. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം, അതായത് ഈ നോർമലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഡീവിയേറ്റ് ചെയ്ത് പോയത് വയലറ്റ് ആണ്. അപ്പോൾ മോസ്റ്റ് ഡീവിയേഷൻ ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും, ദാറ്റ് ഈസ് വയലറ്റ്. ഓക്കെ, വയലറ്റ് ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത, വിച്ച് കളർ ഓഫ് ദ വിസിബിൾ ലൈറ്റ് ഹാസ് ലോങ്ങസ്റ്റ് വേവ് ലെങ്ത്? സിമ്പിളാടാ, റെഡ് അല്ലെ, റെഡ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡേഞ്ചർ സൈനുകളൊക്കെ റെഡ് കളറിൽ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഡേഞ്ചർ സൈനുകളൊക്കെ റെഡ് കളറിലല്ലേ? യെസ്, അതെ. ഓക്കെ, നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ച് മുമ്പോട്ട് പോവാണ്. അപ്പോൾ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ഏതാണ്? റെഡ് ആണ് കേട്ടോ. റെഡിനാണ് എന്ത് കൂടുതൽ? വേവ് ലെങ്ത് കൂടുതൽ. ഓക്കെ ആണല്ലോ. ഇനി ഡ്യൂറിങ് ഡിസ്പെർഷൻ ഈച്ച് കളർ ഹാസ് ഗോട്ട് ഡിഫറെൻറ്റ് ഡീവിയേഷൻ. ഓരോ കളറിനും വ്യത്യസ്തമായ ഡീവിയേഷൻ ആണ് കാണിക്കുന്നത്. ഈച്ച് കളർ ഹാസ് ഡിഫറെൻറ്റ് ഡീവിയേഷൻ. അതിന് കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഡ്യൂ ടു ഡിഫറൻസ് ഇൻ വേവ് ലെങ്ത്. എന്ത് കാരണം? ഡിഫറൻസ് ഇൻ വേവ് ലെങ്ത്. ഇത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഓരോരുത്തരുടെയും വേവ് ലെങ്ത്തിൽ വ്യത്യാസം വരുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ ഡിഫറെൻറ്റ് ഡീവിയേഷൻ കാണിക്കാൻ കാരണം. ഓക്കെ, അപ്പോൾ ഡീവിയേഷൻ കാണിക്കാൻ കാരണം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡീവിയേഷൻ കാണിക്കാൻ കാരണം ഡിഫറൻസ് ഇൻ വേവ് ലെങ്ത്. ഓർത്ത് വെച്ചോണം, ഡിഫറൻസ് ഇൻ വേവ് ലെങ്ത് കാരണമാണ് ഡിഫറെൻറ്റ് ഡീവിയേഷൻ കാണിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഇതേ ചോദ്യം തന്നെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് പബ്ലിക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. കോപ്പി ദ ഫോളോയിങ് ഡയഗ്രാം ആൻഡ് കംപ്ലീറ്റ് ഇറ്റ് ടു ഷോ ദ ഇമേജ് ഫോർമേഷൻ. ഇമേജ് ഫോർമേഷൻ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വരയ്ക്കാൻ ആർക്കും ഇഷ്ടമില്ലാത്തത്? എനിക്കിഷ്ടമല്ല കേട്ടോ. ഓക്കെ, സോ നിങ്ങൾക്കറിയാം ഇവിടെ എന്ത് ചെയ്യുന്നു? ഒബ്ജക്റ്റ് 2Fൽ വെച്ചിരിക്കുന്നു അല്ലേ? ഒബ്ജക്റ്റ് 2Fൽ വെച്ചിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം ഒബ്ജക്റ്റ് 2Fലാണെങ്കിൽ ഈ പറഞ്ഞ ഇമേജ് ഉണ്ടാകുന്നത് എവിടെ തന്നെയായിരിക്കും? 2Fലായിരിക്കും. കാരണം നിങ്ങൾ ചാർട്ട് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. 2Fൽ വെച്ച് കഴിഞ്ഞാൽ 2Fൽ തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ചിത്രം വരയ്ക്കുന്ന സമയത്ത് 2-3 കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടു. അതായത് ഒബ്ജക്റ്റ് 2Fലാണ് വെച്ചിരിക്കുന്നത് അല്ലേ? ഒബ്ജക്റ്റ് 2Fൽ വെച്ചാൽ ഇതിവിടെ ലൈറ്റ് പാരലായിട്ട് വരും. ലൈറ്റ് ഇങ്ങനെ സമാന്തരമായിട്ട് വരും. ഇങ്ങനെ സമാന്തരമായിട്ട് വരുന്ന ലൈറ്റ് ലെൻസിലേക്ക് എത്തിയാൽ ഇവിടെ ഈ ലെൻസിലേക്ക് എന്ത് ചെയ്യുന്നു? ഫോക്കസിലൂടെ കറക്റ്റ് കടന്നു പോകും. എന്താ സംഭവിക്കുക? ഫോക്കസിലൂടെ ഇങ്ങനെ ലൈറ്റ് കടന്നു പോകും. അതായത് പാരലായിട്ട് വരുന്ന ഒരു ലൈറ്റ് ഫോക്കസിലൂടെ കടന്നു പോകും. അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി
ഫോക്കസിലൂടെ കടന്നു വരുന്ന ലൈറ്റ് അപ്പം എങ്ങനെയായിരിക്കും പോവുക? പാരലായിട്ടായിരിക്കും പോവുക. എടാ മനസ്സിലാക്കടാ, ഫോക്കസിലൂടെ വന്നു കഴിഞ്ഞാൽ പാരലായിട്ട് പോവും, പാരലായിട്ട് വന്നു കഴിഞ്ഞാൽ ഫോക്കസിലൂടെ പോവും. റെഡി അല്ലേ? അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ പാരലായിട്ടാ ലൈറ്റ് വന്നേ. ഇങ്ങനെ പാരലായിട്ട് വന്നാൽ ഫോക്കസിലൂടെ കടന്നു പോകും. ഇനി ഫോക്കസിലൂടെയാണ് ലൈറ്റ് വന്നതെങ്കിൽ എന്ത് ചെയ്യും? പാരലായിട്ടായിരിക്കും ലൈറ്റ് പോവുക അല്ലേ? പാരലായിട്ട് ലൈറ്റ് പോവും. അപ്പോൾ പാരലായിട്ട് ലൈറ്റ് പോവുക എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും പോവുക? ഇങ്ങനെയായിരിക്കും പോവുക. ശരിയല്ലേ? അപ്പോൾ നിങ്ങളിവിടെ നോക്കുമ്പോൾ 2 പോയിന്റുകളും കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് കാണുന്നുണ്ട്. 2 പോയിന്റും കൂട്ടിമുട്ടുന്നത് എവിടെയാണ്? നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞേ. യെസ്, ഈ പറഞ്ഞ 2F എന്ന് പറഞ്ഞ പോയിന്റിലാണ്. ശരിയല്ലേ? അപ്പോൾ 2F എന്ന് പറഞ്ഞ പോയിന്റിൽ എന്ത് രൂപപ്പെടും? ഇമേജ് ഫോം ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ മോഡിഫൈ ചെയ്യാവുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യുക, അതുപോലെ ഇതിൻ്റെ ഇമേജിൻ്റെ പ്രോപ്പർട്ടീസ് അവർ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇമേജിൻ്റെ പ്രോപ്പർട്ടീസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇമേജിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടില്ലേ? റിയൽ ആണ്, ഇൻവെർട്ടഡ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പോയിന്റ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതേ ചോദ്യം ആവർത്തിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ 4 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഈ 4 ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളും കൃത്യമായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് പോവുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കായിട്ട് തന്നെ വരുന്നുണ്ട്. സോ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെക്കുക. ഓക്കെ, ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞല്ലോ, ഈ ഒരു ക്വസ്റ്റ്യൻ മോഡിഫൈ ചെയ്തിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഈ ഒരു ലെൻസ് ഏതാണെന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത് കോൺവെക്സ് ലെൻസ് ആണെന്നുള്ള കാര്യമൊക്കെ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.